നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 772nd. ടുഡേ 52nd ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 772 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 52ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 52ാമത്തെ ശ്ലോകം. ഓം നിശമ്യ ഭീമഗീതം ദ്രൗപദ്യാശ്ച ചതുർഭുജ ആലോക്യവദനം സഖ്യൂരിതമാഹ ഹസന്നിവ. ഓം തത്സത്. നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ച ചതുർഭുജ ആലോക്യവദനം സഖ്യൂരിതമാഹ ഹസന്നിവ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാ ച ചതുർഭുജ ആലോക്യ വദനം സഖ്യുരിതം ആഹ. സഖ്യുരിതമാഹ എന്നുള്ളത് സഖ്യു അല്ലെങ്കിൽ സഖ്യഃ സഖ്യുഃ സഖ്യു ഇതം ആഹ ഹസൻ ഇവ. ഹസൻ എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ചിരിക്കുന്നവൻ എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് ഇതം ഇതിനെ ആഹ പറഞ്ഞു. പദത്തിൻ്റെ അർത്ഥം ഭീമഗീതം ഭീമൻ പറഞ്ഞതിനെയും ദ്രൗപദ്യ ച ദ്രൗപദിയുടെ വാക്കിനെയും നിശമ്യ കേട്ടിട്ട് ചതുർഭുജ 4 പ്രകാശിക്കുന്ന ഭുജങ്ങളോട് കൂടിയവൻ എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ. സഖ്യുഹ സഖാവിൻ്റെ സഖാവായത് അർജുനൻ്റെ വദനം മുഖത്തെ ആലോക്യ നോക്കിയിട്ട് ഹസൻ ഇവ ഹസിക്കുന്നവനെന്ന മട്ടിൽ ഇതം ഇതിനെ ആഹ പറഞ്ഞു. താഴെ പറയുന്ന വിധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു എന്ന് സൂതൻ പറയുകയാണ്. സൂതൻ പറയുന്ന വാക്കുകളാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രോധിച്ചുകൊണ്ടുള്ള ഭീമസേനൻ്റെ വാക്കുകളും ക്ഷമയോടെയും ധർമ്മത്തോടും കൂടെയുള്ള ദ്രൗപദി പറഞ്ഞതിനെയും കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ 4 കൈകളും അവൾക്ക് പ്രകാശിക്ക വിധം പ്രകാശിപ്പിച്ചുകൊണ്ട്, അതായത് സാധാരണ 2 കൈകളാണ് ഉണ്ടാകുക. ദൈവികത്വം പ്രകാശിപ്പിക്കുമ്പോൾ ഭഗവാന്റെ 4 ഭുജങ്ങളും പ്രകാശിക്കും. അപ്രകാരം അവർക്ക് ഭഗവാന്റെ ആ സ്വരൂപം 4 ഭുജങ്ങളും പ്രകാശിക്കുന്നതായിട്ടുള്ള ആ ഭഗവത് സ്വരൂപം കാട്ടിക്കൊണ്ട് എന്തു ചെയ്യേണ്ടു എന്ന് സംശയിച്ചു നിൽക്കുന്ന അർജുനനെ ഒരാൾ കൊല്ലണമെന്ന് പറയുന്നു, മറ്റൊരാൾ വധിക്കരുതെന്ന് പറയുന്നു. ഇപ്രകാരം രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന തൻ്റെ സഖാവായ തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അർജുനനെ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ഭീമൻ വധിക്കാൻ വാദിക്കുന്നു, ദ്രൗപദി തടുക്കുന്നു. അർജുനൻ ആകപ്പാടെ സംശയഗ്രസ്തനായി. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത സ്ഥിതിയിൽ ഭഗവാൻ എപ്പോഴും സഹായത്തിന് എത്തും. തൻ്റെ കൂട്ടുകാരൻ കൂടിയാണ് അർജുനൻ. അപ്രകാരമുള്ള കൂട്ടുകാരനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ പറയുന്നത് അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് പാരായണം ചെയ്യാം.
ഈ ശ്ലോകത്തിൽ സംശയഗ്രസ്തനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ആ അർജുനനോട് 4 കൈകളും പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും ഭഗവാൻ മന്ദഹാസം ചെയ്യും. എവിടെയും നമുക്ക് ഭഗവാനെ പറ്റി പറയുമ്പോൾ മന്ദഹാസം പൊഴിക്കുന്ന ഭഗവാൻ എന്ന് കാണാം. ഇപ്രകാരം ചിരിക്കുന്ന ധർമ്മസ്ഥിതിയിലും ക്രോധത്തിലും ദുഃഖത്തിലുമൊക്കെ ഉള്ളതിൻ്റെ നടുവിലും ഭഗവാൻ എപ്പോഴും മന്ദഹാസം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മന്ദഹാസം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ സൂതൻ ശൗനകാദികൾക്ക് ആണ് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പരീക്ഷിത്ത് രാജാവിന് ശ്രീ ശുകബ്രഹ്മർഷി ഉപദേശിക്കുന്ന സമയത്ത് അവിടെ സൂതനുമുണ്ടായിരുന്നു. അവിടെ നിന്നും ലഭിച്ച ഈ മഹാഭാഗവതം നൈമിശാരണ്യത്തിൽ വെച്ച് ശൗനകാദികൾക്ക് കലികാല ദോഷം അകറ്റുവാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുന്നതിനിടയിലുള്ള പറഞ്ഞു കൊടുക്കുന്നത് മാതിരിയാണ് ശ്രീമദ് മഹാഭാഗവതം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ സൂതൻ പറയുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ പാരായണം ചെയ്തത്. ശ്ലോകം ഒരിക്കൽ കൂടി. നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ചതുർഭുജ ആലോക്യവദനം സഖ്യൂരിതമാഹ ഹസന്നിവ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.